വലിയ വാഹനത്തിൽ പെട്രോൾ തീർന്നാൽ ടാങ്കിൽ എത്രയും പെട്രോൾ ഉണ്ടെന്ന് നമുക്ക് അറിയാനുള്ള ഒരു സാധനമാണ് ഈ ഇഞ്ചൻ റൂമിലിരിക്കുന്നത്. ഒരു സ്റ്റിക്ക് ഉണ്ട്, അത് വാള് പോലെ ഇരിക്കുക. ഉറയെന്ന് ഇങ്ങനെ ഊരിയെടുത്തിട്ട് നമ്മൾ നേരെ എങ്ങോട്ട് പോകണം? ടാങ്കിന്റെ ഇവിടെ വരുക. ഇത് വേണ്ട, ഈ ടാങ്കിന്റെ മൂടി ഇങ്ങനെ തുറക്കുക. തുറന്നതിന് ശേഷം നമ്മളിത് ഈ ടാങ്കിൽ ഈ ടാങ്കിലോട്ട് ഈ കമ്പി ഇങ്ങനെ പതുക്കെ ഇറക്കി കൊടുക്കുക. ഇത് വേണ്ട, ഇങ്ങനെ ഇറക്കി കൊടുക്കുമ്പോൾ പെട്രോള് എത്രയുണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും. ഇതൊരിക്കലും ശരിയായ കാര്യമല്ല ഞാൻ പറഞ്ഞിരിക്കുന്നത്. വീഡിയോ റീച്ച് ആകാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ ഒരു പച്ചക്കള്ളത്തരം ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഡ്രൈവിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു 50% പേരും ചെയ്യുന്ന ഒരു തെറ്റാണ് ഈ വീഡിയോയിലൂടെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഇതെന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, വണ്ടി ഓടിക്കാൻ പഠിച്ചു കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഒരു പഴയ വാഹനം മേടിക്കും. കുറച്ചുകൂടി എക്സ്പെർട്ടായിട്ട് ഓടിച്ച് പഠിച്ചിട്ട് പുതിയൊരു വാഹനം മേടിക്കാമെന്ന് കരുതി ഒരു പഴയ വണ്ടി എടുക്കും. അതിനുശേഷം എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, അതുവരെ നമ്മൾ ശീലിച്ചിരിക്കുന്നത് ഡ്രൈവിംഗ് സ്കൂൾ വാഹനത്തിൽ കയറി സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് പോകേണ്ട വഴിയിൽ ഓടിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതേ പാറ്റേൺ തന്നെ നമ്മൾ ഫോളോ ചെയ്യും. ഇങ്ങനെ പറയാൻ കാര്യം എന്ന് വെച്ചാൽ, പലരിൽ നിന്നും നമ്മൾക്ക് പഠിക്കാൻ വരുന്നവരാണെങ്കിലും ഇപ്പോൾ പ്രാക്ടീസ് അത് കഴിഞ്ഞ് കൈ തെളിയാനെന്ന് പറഞ്ഞ് വരുന്നവരാണെങ്കിലും എഞ്ചിൻ റൂമിനകത്ത് എന്താണുള്ളത്, ഈ സ്റ്റിക്ക് എന്തിനാണെന്ന് പോലും അറിയില്ല പലർക്കും. ഒരാളോട് ചോദിച്ചപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ പെട്രോളിൻ്റെ അളവ് അറിയാനായിട്ടാണ് ഈ സ്റ്റിക്ക് എന്നാണ് പറഞ്ഞത്. ഇത് ഊരി അവിടെ ടാങ്കിലിട്ട് നോക്കിയാൽ പെട്രോളിൻ്റെ അളവറിയാം. കളിയാക്കിയതല്ല, പലർക്കും ഇത് അറിയാവുന്നവരായിരിക്കും ചിലപ്പോൾ 90% പേരും. പക്ഷേ അറിയില്ലാത്ത 10% പേരുണ്ട്. അവരെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇത് പെട്രോളിൻ്റെ അളവ് നോക്കാനുള്ളതല്ല ഈ സ്റ്റിക്ക്. ഇത് എൻജിൻ ഓയിലിൻ്റെ അളവ് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇതിൽ മാർക്കിംഗ് ഉണ്ട്, ഫുള്ള് ലോ മാർക്കിംഗ് ഉണ്ട്. പല ബ്രാൻഡിലും ഇത് എഫും എല്ലും ഇല്ലെങ്കിലും ഈ 2 ഡോട്ട് ഉണ്ടാവും. നമുക്ക് അങ്ങനെ തിരിച്ചറിയാം ഇത് ലോ ആണ്, ഇത് ഫുള്ളാണ്. എൻജിൻ ഓയിലിൻ്റെ അളവാണ് ഇത് അറിയുന്നത്. അത് ഇതിനകത്തേക്ക് ഇത് ഇൻസെർട്ട് ചെയ്ത നിലയിലായിരിക്കും ഈ സ്റ്റിക്ക് ഉള്ളത്. എൻജിൻ ഓയിലെന്ന് അതിൽ എഴുതിയിട്ടുമുണ്ട്. ഇത് ഊരിയെടുക്കുക. ലെവല് കണ്ടോ, ഫുള്ള് വരെ എൻജിൻ ഓയിലിൻ്റെ അളവാണ് ഇതിനകത്ത് ലെവൽ കാണിക്കുന്നത്. ഇത് ഊരിയെടുത്തതിന് ശേഷം തുടച്ചിട്ട് വീണ്ടും ഒന്ന് ഇട്ട് ഊരി നമുക്ക് കൺഫേം ചെയ്യാം ആ ലെവൽ. അങ്ങനെയാണ് ആ ലെവൽ അറിയുന്നത്. ഇതിന് മെക്കാനിസം ഒന്നും അറിയുമൊന്നും വേണ്ട. ഇപ്പോൾ ഇത് അറിയാവുന്ന 90% പേരുണ്ടാവും. ഇതിൻ്റെ താഴെ കമൻറ്റുമായിട്ട് വരും, ഇതെനിക്കറിയാം, ലോറിയുടെ അങ്ങനെയല്ല, ബസ്സിൻ്റെ ഇങ്ങനെയല്ല എന്ന് പറഞ്ഞു വരും. ഞാൻ നിങ്ങളെയൊന്നും അല്ല ഉദ്ദേശിക്കുന്നത്. ഇത് അറിവില്ലാത്ത 1% ആളുകളെയാണ് ഉദ്ദേശിക്കുന്നത്. ഇതിന് മെക്കാനിസം പഠിക്കുകയും വേണ്ട. പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അതായത് നമ്മുടെ വണ്ടി ഈ കാരണങ്ങളും കൊണ്ടും വഴിയിൽ കിടന്നു പോവാം. അങ്ങനെ സംഭവിക്കാതിരിക്കാനായിട്ടാണ്. ഒരെണ്ണം എൻജിൻ ഓയിലാണ്, ഓൾറെഡി നമ്മൾ പറഞ്ഞു. രണ്ടാമത്തെ ഇതാണ് റേഡിയേറ്റർ. വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പാണ് ഇതെല്ലാം നോക്കേണ്ടത്. ഈ എൻജിൻ ഓയിലാണെങ്കിലും ഈ റേഡിയേറ്റർ ആണെങ്കിലും ഈ ക്യാപ്പ് തുറക്കാം. തുറന്നതിന് ശേഷം ഇതിനകത്ത് കൂളൻ്റ് എന്ന് പറഞ്ഞൊരു ലിക്വിഡാണ്. അത് പല കളറിലാണ്, പച്ചയുണ്ട്, നീലയുണ്ട്, അങ്ങനെ പല കളറുണ്ട്. പഴയ വാഹനങ്ങളിൽ വെള്ളമായി